ഇതിലെന്താ പറഞ്ഞാൽ നിൽക്കൊന്നുമില്ലോ കടക്കൊന്നുമില്ലോ ഈ അകത്തോട്ട് കയറുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടില്ലല്ലോ. അന്ധപ്രവേശ സമയത്ത് ദൈവത്തിന് അകത്ത് കയറുന്ന സമയത്ത് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന് കാണാം. അല്ല അത് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് നമുക്ക് അത് കുറച്ചുകൂടി ഇരുന്നൂടെ സമയം കളയണ്ട, കുറച്ചുകൂടി നമുക്ക് ഇരുന്നൂടെ എന്നാലും ഒരു പ്രകടനം തീർന്നോട്ടല്ലേ. അതെ ശ്രദ്ധിക്കേ, സംസാരിക്കല്ല കുറച്ചുകൂടി നിലകളല്ല പ്രശ്നാനുഷ്ഠാന സംഭാര സമ്പ്രദവും. ഈ പ്രശ്നത്തിന് വേണ്ടി പൂജക്ക് വേണ്ടി ഒരുക്കി വെച്ച വസ്തുക്കൾ അതില് വിശേഷ വിചാരിക്കുന്ന സാധനം എടുത്തു വെച്ചെങ്കിൽ അതിന്റെ ഫലം ഒന്ന് ചിന്തിക്കണം. ഇവിടിപ്പോ അത് എടുത്തു വെച്ചത് തൂക്കിലുള്ള നെല്ലാണ് എടുത്തു വെച്ചത് അല്ല അങ്ങനല്ലേ, നെല്ലാണ്. അത് നല്ലതാട്ടോ. നെല്ല് ഒരു നിറച്ച പാത്രം എടുത്തു വെച്ചാൽ അത് ധാന്യവസ്തുവാണെങ്കിൽ ഭാവിയിലേക്ക് കുടുംബവർദ്ധനം ഉണ്ടാവുന്ന പറയാം. ബ്രീഹിർ മഹാകഥകരൊന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും നമുക്ക് പോയിക്കൂടാ കേട്ടോ. പൂർവാചാര പക്ഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ധാന്യ പരിപൂർണപാത്രം കുംഭ പൂർണ്ണ കുടുംബവൃദ്ധികരവും. ധാന്യവസ്തുക്കളോ പരിപൂർണ പാത്രങ്ങളോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വർദ്ധന ഉണ്ടാവും. അല്ല മറ്റൊരു പ്രകാരത്തിലൂടെ ഒരു അല്ലേ കുംഭ അതല്ല അത് കേട്ടായിക്കോ. അങ്ങനെ അതൊരു നിറച്ചു വെച്ച പാത്രം, നിറച്ചു വെച്ച പാത്രങ്ങൾ ധാന്യങ്ങളും പരിപൂർണ പാത്രങ്ങളും കുംഭങ്ങളും. നിറച്ച ധാന്യങ്ങൾ, നിറഞ്ഞ പാത്രങ്ങൾ അഥവാ നിറച്ചു വെച്ച കുംഭവസ്തുക്കൾ നിറഞ്ഞ പാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഒരു വസ്തുക്കൾ അതായത് അങ്ങനെ അലസമായിട്ട് കൊണ്ടുവരാതെ ഒരു ദുഃഖത്തോടെയും വെറുക്കത്തോടെയും ഒരു ഒന്നില് അത് നമുക്ക് ശ്രേയസ്സാണ്, ദോഷമൊന്നുമില്ല കേട്ടോ. പിന്നെ മറ്റൊന്ന്, ഈ നെല്ലിനെ സംബന്ധിച്ച് ഈ രാശിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ ഈ നമ്മൾ പിന്നെ പഞ്ചഭൂതാത്മകത്വന്റെ കൽപ്പനയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു ജലഗന്ധാത്വീതണ്ടുലാഭൂത പഞ്ചകം. ഇത് 5 എണ്ണം 5ന്റെ പ്രതീകമായിക്കല്ലോ. 5 കാര്യത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മൾ ഈ രാശി പൂജക്ക് എടുക്കുന്ന സമയത്ത് 5 വസ്തുക്കൾ കൂട്ടിച്ചേർത്തതിലാണ് സ്വർണം വെക്കുന്നത്. അത് വെള്ളം, ചന്ദനം, നെല്ല്, അരി, പുഷ്പം അഥവാ തുമ്പപ്പൂ. ഇങ്ങനെ 5 പഞ്ചഭൂതമായി തനു എന്ന കൽപ്പനയിൽ എടുക്കുന്ന വസ്തുവാണ്. അത് നെല്ല് ഇതിന്റെ പ്രതീകമായിരിക്കുന്ന മാത്രം ചിന്തിച്ചാൽ മതി. നെല്ലൊരു വിത്താണ്, അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് അതിനകത്ത് അതിനുവേണ്ടി ആ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏതാ സാധനം മാത്രം കേട്ടോ. പഞ്ചഭൂതാത്മകത്തില് നിങ്ങള് പിന്നെ പറഞ്ഞല്ലോ ആ ഗന്ധവതി ഭൂമി, ആകാശ വേണ്ടത് അത്രേ അതേ ഉള്ളൂ. ആ 2 സാധനങ്ങൾ വായുഭൂതാത്മാവായിട്ട് വരും. തീർച്ചയായിട്ടും. അപ്പോ വായുഭൂതാത്മകമായ വസ്തുവാണ്. അത് ഭാവിയിലേക്ക് ശ്രേയസ്സാണ്. നമുക്ക് ഭൂതേഷു പഞ്ചഭൂതങ്ങളിൽ അഗ്നിഭൂതമാണെങ്കിൽ അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നാശവസ്തുവായിട്ട് കണക്കാക്കണം. അപ്പോൾ മറ്റുള്ള ഭൂതങ്ങളൊന്നും ആചാര്യണ്ട്. പഞ്ചഭൂതങ്ങളിൽ പല പ്രകരണത്തിൽ പുറത്തും വായുഭൂതം ദോഷം പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് ഭൂതേഷു ശുഭതാവൃദ്ധി ചലകാര്യം അത് പറയാനായിരിക്കും അതല്ലേ ഇവരെ കൊണ്ടുവന്ന്. അപ്പൊ നമുക്ക് എടുത്തു വെച്ച വസ്തു എന്നുള്ളത് കുടുംബാഭിവൃദ്ധിനാച്ച ഇല്ലത്തിന്റെ പരമ്പര വർദ്ധിക്കും. നേരത്തെ ഒരു 1-2 വിഷയം വന്നു. ഈ ഇല്ലങ്ങളിലൊക്കെ തന്നെ ഉരാളന്മാരില് ഈ സന്തതി പരമ്പരകളില്ലാത്തതും മംഗല്യഭാഗങ്ങളില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് തിരുമേനി. പക്ഷെ അതൊക്കെ ഈശ്വര ഇതൊക്കെ നേരെയാകുമ്പോൾ നല്ല നല്ല കല്യാണങ്ങൾ നടന്ന് പരമ്പര വർധന ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട് അല്ലേ? നേരത്തെ ചോദിച്ചുവല്ലോ.
അത് കാലവും പ്രായമൊക്കെ ഉള്ളവർക്ക് അന്വേഷിച്ച് നോക്കി നേരെ ആയിക്കോണം. അപ്പം സന്താന പരമ്പര ഉണ്ടാവെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു നിയമം ഉണ്ടാവുമല്ലോ. അല്ല, വീട് കഴിച്ചിട്ട് പ്രായവും കാലവും കഴിയാത്തവരാണെങ്കിൽ അതിന് വേണ്ട ചികിത്സയും കാര്യമൊക്കെ ചെയ്താൽ അതിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ പറഞ്ഞല്ലോ. പുംസാം ആദ്യം ആചാര്യം പറഞ്ഞല്ലോ, ഇത് ചിന്തിക്കുമ്പോ ആദ്യം പറഞ്ഞു എന്തുവേണം? പുംസാം ബീജബലാഭാവാത് ക്ഷേത്ര ദൗർബല്യത സ്ത്രീയാം പുത്രഭാ അഗുണോവിസ്യ ചിന്തേതദ്വയം തഥ. നിങ്ങൾ രണ്ടെണ്ണം ആദ്യം ചിന്തിച്ചിട്ടേ മറ്റേത് പറഞ്ഞു കൊടുക്കാവുള്ളൂ. ഒരു അല്ലേ അങ്ങനെ പറഞ്ഞു. അപ്പൊ സന്താന പരമ്പരക്ക് പ്രായവും കാലം ഇപ്പൊ ഒരു യുവത്വം നഷ്ടപ്പെടാത്ത നമുക്ക് മക്കൾ ഉണ്ടാവും, എന്നാൽ മക്കൾ ഉണ്ടാവുന്നില്ല, ചികിത്സിച്ചിട്ടൊന്നും കുറയുന്നില്ല, അഥവാ കാര്യമൊന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭഗവാനുകളുടെ കാര്യങ്ങളൊക്കെ നേരെയാക്കി മുന്നോട്ട് പോയിക്കോളൂ, നേരെയാവും. പക്ഷെ ഉദയലഗ്നത്തിന്റെ 9-ലോ 10-ലോ അഥവാ ബലവാനായ വ്യാഴമോ ശുക്രനൊക്കെ നിൽക്കുന്നെങ്കിൽ വിബീജികളായിരിക്കുന്ന ആൾക്കാർക്ക് പോലും സന്താനം ഉണ്ടാവുമെന്ന് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ശുക്രനും ഇങ്ങനെ പറഞ്ഞല്ലോ, ബലവാനായ ശുക്രനോ ബലവാനായ വ്യാഴമോ 9-ലോ 10-ലോ ഒക്കെ നിൽക്കുന്ന സമയത്ത് വിബീജികൾക്ക് ഗുണഫലം ഉണ്ടാകുന്നുണ്ടല്ലോ. ശുക്രനൊക്കെ അല്ല സന്താന ഈ കേന്ദ്രരാശിയിൽ നിൽക്കുന്ന ബലവാനായ ഗ്രഹങ്ങൾക്ക് വിബീജനാവിമ ഇമേ കലാഹിമാംശോ വിദുഷാവിവാഹല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. രവീന്ദ്ര ശുക്രാവനിജൈഹി സ്വഭാഗൈഹി ഗുരോ ഗൃഹോണോദയ ധർമ്മകേ വിവാഭവത്യപത്യം ഹി വിബീജനാവിമേ കലാഹിമാംശോഹോ വിദുഷാവിവാഹല. അവിടെ ശുക്രന് ബലം നിർണയിച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാ. അപ്പൊ അങ്ങനെയുള്ള ബലമുള്ള ശുക്രനോ ഒരു വ്യാഴമൊക്കെ ഈ 5-9 ഭാവത്തിലോ കേന്ദ്രത്രികോണത്തിലോ ഉണ്ടെങ്കിൽ വിബീജികൾക്ക് സന്താനം ഉണ്ടാകുന്ന വെച്ചാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിബീജികൾക്ക് സന്താനം ഉണ്ടാവില്ല എന്നല്ലേ നമ്മളെ സാധാരണ പറയാം. പക്ഷേ അതും സംഭവിക്കാം. മക്കളുണ്ടാവില്ല ഡോക്ടർമാർ വിധിച്ചാക്കും. ഈശ്വര സന്താനം ഉണ്ടായ ചരിത്രങ്ങളുണ്ട്. അത്ഭുതം നോക്കിയില്ല. അങ്ങനെ ഡോക്ടർമാരല്ലോ, ഇതെന്താ നമുക്കറിയില്ല, നമ്മളെ ശാസ്ത്രത്തിൽ കേട്ടിട്ട അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയിക്കാം. ഈ ധാന്യം എടുത്തു വെച്ചതുകൊണ്ട് നെല്ലായതുകൊണ്ട് ബീജമാണ്, അത് വിത്താണ്, അത് ഭാവിയിലേക്ക് ശ്രേയസ്സുണ്ടാവും, സംശയിക്കണ്ട. അത് പിന്നെ ഗമനാഗമനാദി ജലകാരം എന്നൊരു ആദേശം ആ വായുഭൂതാത്മകത്വം ആയതുകൊണ്ട് ഈ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ലേ. ഇവിടുന്ന് ആരെങ്കിലും ഒരു കാലത്ത് ഈ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ശനിയിലേക്കുള്ള പിന്നെ ഗുളിക ദൃഷ്ടിയും ശുക്രന്റെ നീചാരിഭാംശകവും പിന്നെ ശുക്രന്റെ ശത്രുക്ഷസ്തി വന്നിട്ട് അതിന്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലുള്ള പാപബന്ധവും ഒരു സന്യാസ ശ്രേഷ്ഠന്റെ ബന്ധത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും പണ്ട് യാത്ര പോയിട്ടുണ്ടോ, ഒരു പിന്നെ തീർത്ഥയാത്രകളിൽ പോയിട്ട് വന്ന ഒരാളുടെ ബന്ധം ഇവിടെ ഉണ്ടാവണം. നമ്മൾ ഇന്നലെ വിധിച്ചു വെച്ചത് സൂര്യനിലൂടെയാണ് അത് കണ്ടത്. നമ്മള് പിന്നെ ഒരു പ്രമാണം കൊണ്ടുവന്നല്ലോ, നീചാരിവാംശകനായിക്കുന്ന ഭൃഗുവിനി കേന്ദ്രഗതനായിക്കുന്ന അഥവാ ത്രികോണസ്ഥനായിക്കുന്ന ഭാവഗ്രഹം ആ ഭൃഗോന്നോ ഭൃഗുണാന്നോ എങ്ങനെയാവട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു താമസം ലക്ഷണം ഒരു പറയാം. അത് സൂര്യക്ഷേത്രം നിൽക്കുന്നതുകൊണ്ടും സൂര്യബന്ധമായതുകൊണ്ടും അത് പിന്നെ ഗായത്രി ഇരിക്കുന്ന ആളാണ്, അഗ്നിയുടെ പരിചാരകനാണ് എന്നൊക്കെ പറഞ്ഞു. ആ യോഗീശ്വരന്റെ ഗുണഫലവും നമുക്ക് ഈ പ്രശ്നത്തിൽ ചിന്തിച്ചു പോകണം. അതൊരു ഗമനാഗമനം ഇവിടെ ഉണ്ട്. ഈ സ്ഥലത്ത് അങ്ങനെ വല്ല യോഗീശ്വരന്റെ സഞ്ചാരം നമ്മളങ്ങനെ ഉണ്ടാവും. അത് പോയിന്നും പോയിട്ട് കാശിക്ക് പോയിന്നും അങ്ങനെ ഉണ്ടാവുമല്ലോ, പുണ്യസ്ഥലങ്ങളൊക്കെ പോയിട്ട് ആ ശ്ലോകത്തിന്റെ ഭാഗം പറഞ്ഞു. അഗ്നീനാം പരിചാരകോ ഗിരിനദീ തീരാശ്രമേ താപസ സൂര്യാരാധന തൽപര ഗണപതേ ഭക്താഹ ഉമായശ്ചയേ ഗായത്രീ ജപതാം വനേ നിയമിനാം ഗംഗാഭിഷേകപ്രദാം. അപ്പൊ അത് അങ്ങനെ ആകുമ്പോഴല്ലേ ഗംഗാ മുതലായ സ്ഥലങ്ങളിലൊക്കെ പോയി വന്നൊരാളുടെ ഒരു ബന്ധം നിങ്ങളെ 24 പിന്നെ സന്യാസം സ്വീകരിച്ചു പോയിട്ടുണ്ടല്ലോ, സന്യാസിയെ പോലെ ഗൃഹസ്ഥനായിട്ട് അങ്ങനെ ഒരാളുണ്ടായിരുന്നു, പോയി വന്ന ആളുണ്ടെന്നും. ഈ പുഴയുടെ തീരത്തുള്ള പിന്നെ ഒരു ആശ
ആശ്രമത്തിലെ അങ്ങനെയാ സ്വാമിയായി മാറി എന്നും പറയാം. കാരണം ഈ പിന്നെ കാരാഗ്രഹത്തിൽ ആചാര്യം പറഞ്ഞു, ഇത് നിങ്ങൾ അത് ചിന്തിക്കുന്ന സമയത്ത് ഓരോ ഗ്രഹങ്ങളെ കൊണ്ടായിരുന്നെങ്കിൽ സൂര്യനാണ് നമ്മൾ ചിന്താസാധന കണ്ടത്. അങ്ങനെ കണ്ടതാണ് ഇത് ഗിരിനദീ തീരാശ്രമേ താപസഹ, സരാവലിന്റെ നിയമമല്ലേ. അങ്ങനെ അത് ഓരോ ഗ്രഹങ്ങളുണ്ട്. ചന്ദ്രനെ സംബന്ധിച്ചെന്താണ്, ശനിയെ സംബന്ധിച്ചത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് മറ്റേയാള് ശാക്യാജീവക എന്ന് പറഞ്ഞിട്ട് അതിന് വിസ്തരിച്ച് ഓരോ ആൾ ഇന്ന പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഈ അങ്ങനെ ഒരു താപസനായിരിക്കുന്ന ഒരാളുടെ ബന്ധമുണ്ട്. പിന്നെ ഇവിടെ ഈ സ്ഥലത്ത് വിശേഷിച്ച് സന്യാസിമാരെ പിന്നെ അങ്ങനെ വല്ല കാര്യം നടത്തിയിരുന്നു ഒരു കാലത്ത്. നടത്തുന്ന ആരെങ്കിലും അതെ, അത് പറഞ്ഞ യോഗത്തിലേക്ക് ഈ ഊരാള വിഭാഗത്തിലേക്ക് അങ്ങനെ ഒരു ചരിത്രം കേട്ടുകഴിഞ്ഞിട്ടുണ്ട്. ഒരാള് കാശിക്ക് പോയി, കാശിക്ക് അങ്ങനെ ഒരു ബംഗാളത്തിൽ പോയി അവിടെ ഒരു ശില കൊണ്ടുവന്നു. അത് ദേവാലയത്തിൽ വെച്ച് ആരാധിക്കാൻ പറ്റാത്ത വന്നപ്പം പ്രത്യേകം വേറൊരു മഠാക്കി വെച്ചു. ഒരു പ്രതിഷ്ഠാവിധാനത്തിലേക്ക് വന്നു. ചരിത്രം കേട്ടുകഴിഞ്ഞിട്ട് അത് ശരിയുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അത് എത്രത്തോളം ഈ നീചാരി വാംശജനായ 9ാം ഭാവാദികൾ തന്നെയാണ്. ചിന്താസാധനം സൂര്യനാണ് എന്നുള്ളത് കുഴപ്പമില്ല. സന്യാസ ലക്ഷണം വരുമ്പം ശനിയാണ് അല്ലേ? ആ ശനി ആരൂഢത്തിൽ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ സന്യാസി വിഷയം എന്ന് പറയുന്നത് ഊരാളന്മാരിലേക്ക് ആരോപിക്കേണ്ടതാണല്ലോ. അതെ, അത് 9ാം ഭാവോദിയായിട്ട് നിൽക്കുന്നു. അതിലൊരു പ്രയാസം കണ്ടെച്ച് 2 ഗോചരയിൽ കിട്ടി. ഒന്ന് ഇന്നലെ ചിന്തിച്ചതില് ഈ ശനിയിലേക്ക് ഗുളിക ദൃഷ്ടി വരുന്ന സമയത്ത് ഏതോ ഒരു കാലത്ത് ഒരു ദീക്ഷിതന്റെ മനഃപ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതല്ലേ ഇടുന്നെ ഇങ്ങനെ വരണം. ഒരുപാട് ഇങ്ങനെ വരണം. അപ്പൊ ഇത് രണ്ടും രണ്ടാണേ. അപ്പൊ തീർച്ചയായിട്ടും സ്വഭാവശതയെ സ്വതന്ത്രി കേട്ടോ. അല്ല, അവനവന്റെ മറ്റേതൊരു ചരിത്രം പറയുന്നതാണ്. ചരിത്രം ജയിക്കുന്ന യോഗീശ്വരൻ പറയുന്നതാണ്. രണ്ടും രണ്ടല്ല. അപ്പൊ ഊരാളനായിക്കുന്ന ആള് സന്യാസം സ്വീകരിച്ചിട്ട് അങ്ങനെ ഗംഗയിലോ അഥവാ പോയി ലയിച്ച ഒരാളുണ്ട്, പോയി വന്ന ആളുണ്ട് നമുക്ക് ഒരു ഗോചരം കാണാം. പക്ഷെ ഈ ദേശത്തിന്റെ ആധിപത്യത്തിൽ ലഗ്നത്തിൽ ശനി എന്നിട്ട് ഗുളിക ദൃഷ്ടി വന്നാൽ ഇതിന്റെ ഉടമ ലഗ്നരാശി സ്വയം ഭ്രഷ്ട, ഈ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ ഞാനാന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എന്താ, തീർച്ചയായിട്ടും ഒരു വിഷ്ണു ക്ഷേത്ര പ്രശ്നം വെച്ചിട്ട് ലഗ്നത്തിൽ ശനി എന്നിട്ട് ഗുളിക ദൃഷ്ടി വന്ന് എന്തേന്നൊരു ചോദ്യം ചോദിച്ചാൽ അല്ലെ, ഒരു വിഷ്ണു ക്ഷേത്രത്തിലെ പ്രശ്നം നടക്കുന്നത് ഒരാൾക്ക് പോലെ തിരുമേനി ഒരാൾക്ക് വേണേ ഇപ്പൊ ചോദിക്കാം, എന്താ എന്താ നിങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ ലഗ്നത്തിൽ ശനി എന്നിട്ട് ശനിക്ഷേത്രം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, ഭഗവാന്റെ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ഗോചരം ഒരു സന്യാസിശ്രേഷ്ഠൻ ഈ മണ്ണിന്റെ ഉടമ ആരാച്ചൊരു യോഗീശ്വരൻ. ഈ പ്രസ്താവ് ഇതിന്റെ ഉടമ, ഈ നാടിന്റെയും ഇതിന്റെയും ചരിത്ര പുരുഷനാരാന്ന് ചോദിച്ചാൽ യോഗീശ്വരൻ. അദ്ദേഹം കോപിഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ കോപമാണ് ഇതിന്റെ സർവനാശത്തിന്റെ കാരണം. വംശം നശിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ. ആ വംശനാശത്തിന്റെ ഒരു പിന്നിൽ ഇതുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ അത് രണ്ട് അങ്ങനെ വല്ല യോഗീശ്വര പൂജയ്ക്കൂടെ അത് ദേശത്ത് ചെയ്യണേ, ദേശത്ത് ചെയ്യേണ്ടതാണ്, ഈ നാട്ടിൽ ചെയ്യേണ്ടതാണ്. അതിനിപ്പം ഈ ദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളക്ക് കത്തിക്കുന്നുണ്ടോ? ശരി, ഉണ്ടാ ഇല്ലത്തുണ്ടാ? ഇല്ലത്തല്ല, അമ്പലത്തിൽ യോഗീശ്വരനായിട്ട് കണക്കാക്കിക്കുന്നുണ്ട്. 4 അംശയിച്ചുകൊണ്ട് ഈ ശനി 4 അംശയിച്ചുകൊണ്ട് ഗോചരം എങ്ങനെയാവും? ഇത് നാട്ടിലെവിടെയും ഉണ്ടാവും. അത് വർദ്ധശ്രേഷ്ഠനാണ്, എന്നാ ബഹുവിഭവനാണ്, ഭൂരിഭാരനാണ്, വിശ്വസ്തനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കേവലം യോഗീശ്വരനായിട്ട് പിന്നീട് പരിണമിച്ചതാണോ, ഗൃഹസ്ഥൻ അതിലേക്ക് പോകാമെന്നൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അത് നമുക്ക് വേണ്ട. പക്ഷെ ഇവിടെ ഒരു ദുഃഖം ഇതിലുണ്ട്, ഒരു ഋഷായാസ്ഥിതി, ഒരാൾ ഒരു കോപിഷ്ഠനായിട്ട് അതിന്റെ പരിണതഫലം എന്താവും? ഇവിടെ വിശേഷപ്പെട്ട വ്യക്തികൾ വന്നാൽ ഇതിനുള്ളിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായിട്ട് ഒരു അസ്വസ്ഥതകൾ വന്നിട്ട് ഇവിടുന്ന് മുഷിഞ്ഞു പോകാൻ സൂക്ഷിക്കണം. അതിന്റെ തനിയാവർത്തനം വേണ്ടി ഉണ്ടാവും. ഒരു ഗുരുനാഥന്മാരായാലും തന്ത്രിയായാലും പിന്നെ വേണ്ടപ്പെട്ടായാലും വന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും പരസ്പരം
അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അല്ല, അത് വരാതെ നോക്കണേ, അത് വരാതെ നോക്കണേ. വേണ്ടാണ്ട് ഇവിടുന്ന് കലപ്പുണ്ടാവും. അത് അതിന്റെ പ്രേരണയായിരിക്കും. ഇതിന്റെ ഒരു വാസനാബലം ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു വാസനയില്ലേ, ആ വാസനാബലം ഇതിലേക്ക് ഘടിക്കും. അതുകൊണ്ട് അങ്ങനെ സ്ഥലത്തെത്തിയാൽ നമ്മുടെ ഈ പെട്രോൾ കൊണ്ടുപോകുമ്പം തീ ഉണ്ടെന്ന് കണ്ടാ ശ്രദ്ധിച്ചു കൊണ്ടുപോയിക്കോളാം. തീകള് എങ്ങനെ ശ്രദ്ധിക്കണം. ഇന്ധനം കൊണ്ടുപോകുമ്പോ അഗ്നിയുള്ള സ്ഥലമാണ്, വേഗം ഇടുന്ന് പിടിച്ചു കളി എന്നൊരു ബോധം നമുക്ക് വേണം. അതേ നമുക്ക് യോഗീശ്വരന്റെ മനസ്താപമുണ്ട്, അതിന്റെ പരിഹാരം. അതെന്താ ഇവിടെ നമുക്ക് ഒഴിവിലേക്ക് ചിന്തിച്ചു നോക്കാം. അപ്പോ പിന്നെ പ്രശ്നക്രിയാ സംഭവത്തിൽ ദീപാദ്യലങ്കൃതം. അപ്പൊ ദൈവജ്ഞന്റെ ആദ്യം അതെ നിലം വൃത്തിയാക്കിയിട്ട് നിറച്ചു വെച്ച് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ട് സമയസുനിഷ്ഠ സംസിക്തിയെ ചക്രം ലഗതു ഭൂതലെ, ഒരു നല്ല സ്ഥലം സമമായതും പിന്നെ സംസിക്തമായ സ്ഥലത്ത് ചക്രം ലിഖതു. അത് മറ്റാളെ കൊണ്ട് ചെയ്യിക്കാം, ഫലം പറയാൻ വേണ്ടി ഒരാളെ കൊണ്ട് ചെയ്യിക്കും. അത് പൊതുവെ സാധാരണ ഒരു സമ്പ്രദായത്തിൽ രാശിചക്രത്തെ പറ്റിയോ ഗ്രഹത്തെ പറ്റി അറിയാത്ത ആളെ കൊണ്ടാണ് ചെയ്യിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചക്രലേഖനത്തിന്റെ ഫലങ്ങൾ പറയുമ്പോൾ കിഴക്കേ രേഖയോ തെക്കേ രേഖയോ വടക്കേ രേഖയോ പടിഞ്ഞാറ് രേഖയോ ആദ്യം വരച്ചുവോ അതിനൊരു ഫലം വേണമെന്ന് ദൈവജ്ഞൻ ആഗ്രഹിക്കുന്നത് മറ്റാളെ കൊണ്ട് ചെയ്യിക്കും. അതങ്ങല്ലേ പതിവ്, അങ്ങല്ലേ അല്ലേ? നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനൊരു ശാസ്ത്രജ്ഞാനം ഇല്ലാത്ത ആളെ കൊണ്ട് ചെയ്യിക്കുന്ന ഉചിതം. അവിടെ ഇപ്പോ വിളക്ക് ദീപം നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പശുവിനെ ഉപയോഗിച്ച് 3 തിരിയിട്ടിട്ട് 2 തിരി കത്തിച്ചു. 2 തിരി കത്തിച്ചു. 3 തിരിയാണ് ഉണ്ടായത്, 2 തിരി കത്തിച്ചിട്ടില്ല. സ്നേഹോ യസ്യേഹ ദേഹ ഭവതി. പിന്നെ സൂര്യനെ കൊണ്ട് ദീപം ചിന്തിക്കണം, ഉദയം കൊണ്ട് തിരികളെ ചിന്തിക്കണം, സ്നേഹം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കണം. അത് അങ്ങനല്ലേ ഒരു പ്രകരണം പറഞ്ഞു. സ്നേഹ ശശാങ്കാത് ഉദയാസ്തവർത്തി ദീപ ചരാദി. ചരാശിയിൽ നിൽക്കുന്ന സൂര്യൻ ചരാംശം ചെയ്താൽ ചരസ്തി അക്കഹ ചരം ദീപം. ആദട്ടെ സ്ഥിരകം സ്ഥിരം. ചരാശി ചരാംശം വന്നിട്ട് ഒരു ദീപലക്ഷണം നിങ്ങൾക്ക് സർവപ്രശ്നങ്ങളിലും ശുഭകർമ്മങ്ങളിലും നന്നായി പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അത് ഭാവിയിലെ ഗുണം പറയാന്ന് പറഞ്ഞു. എങ്ങനെയാ കെട്ടുപോയിനോ? കത്തിച്ചത് കെട്ടുന്നില്ല. അതെ, കത്തിച്ചത് കെട്ടുപോയിട്ടല്ലോ. അപ്പോ ഭാവി ശോഭന അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? എന്താ പറഞ്ഞത്? പിന്നെ സർവപ്രശ്നേഷു സർവേഷു കർമ്മ ദീപസ്യ പ്രസാദേനേവ ഭവിഷ്യത് ഫലം. അപ്പോൾ ദീപം നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവി നല്ലതാണ്. അതിൽ അങ്ങനെയൊക്കെ ഒരു സംശയം എന്താ വരുന്നത് വെച്ചാൽ 3 തിരിയിട്ടു, 2 തിരി മാത്രം ജ്വലിപ്പിച്ചു, 1 അവിടെ ഉണ്ടായി. അത് എണ്ണയിൽ ഇതായിക്കൂലേ, മുങ്ങിട്ടായിക്കൂലേ അല്ലേ? എണ്ണയെ ഒഴിച്ച് അല്ലാണ്ട് തത്തിലല്ലോ. അങ്ങനെയാണെങ്കിൽ വർത്തിനെ കൊണ്ട് ഇരിക്കേണ്ടത് സ്നേഹോ യസ്യേഹദേഹോ തൊതിരേ ഭക്തിനെ ഭക്തിരാത്മാ. ആത്മാവിനെ ചിന്തിക്കണം. എന്തായിരിക്കും ആത്മാവ്? ആത്മാശബ്ദേന ദേഹാധിഷ്ഠിതോ ജീവാത്മാ ഉച്ചതേ. ആത്മാസഹേതി മനസാ സഹ ഇന്ദ്രിയേണ എന്ന് പിന്നെ ഈ ദശാധ്യായന്റെ കൂട്ടത്തിൽ പിന്നെ ആ വ്യാഖ്യാനത്തിൽ പ്രത്യേകിച്ച് ഉദ്ധരിച്ച ശ്ലോക. ആത്മാ 2 സാധനങ്ങളാണ്, ഒന്ന് ശരീരവും ഒന്ന് മനസ്സും. അത് എന്തോ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ട് ഇവിടെ. ചൈതന്യം സാന്നിധ്യോപാധികളുടെ ഏതോ ഒന്ന് വിധിയാവണ്ണം പ്രകാശിപ്പിക്കാതെ നിമഗ്നമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ രാശി പറയണം. ഈ സ്ഥലത്ത് എവിടെയോ ഒരു ദേവതാ സാന്നിധ്യത്തിന്റെ ആരാധന മുടങ്ങി നിൽക്കുന്നുണ്ട്. അത് ലക്ഷണം ജീവലക്ഷണത്തിലത് ഉണ്ടാവും. ഉപയുക്തമല്ലാത്ത വസ്തു അല്ലേ? എന്നാൽ അത് എന്തുണ്ട്? ഒരു ദീപലക്ഷണം പറഞ്ഞു സ്നേഹ അധിഷ്ഠാന വർത്തി അഗ്നിസംയോഗേ താവതീരതേ ദീപത്വം. എല്ലാം ഉണ്ട്, എണ്ണയുണ്ട്, നനഞ്ഞിട്ടുണ്ട് അല്ലെ, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന് ചൈതന്യമില്ല. അപ്പൊ ജഡാത്മക. അങ്ങനെയാണെങ്കിൽ ഈ നാളച്ഛേദം വരുത്തിയ ബിംബങ്ങൾ വല്ലതും ഇതിന്റെ പരിസരത്ത് എവിടെയും കൊണ്ടുവന്നിരിക്കുന്നു. ജീവല്ല സാധനം അങ്ങനല്ലേ? ഒരു അഗ്നിജ്വാല ഇല്ലല്ലോ.
ആത്മാശബ്ദം കൊണ്ട് ശരീരത്തെ ചിന്തിക്കാൻ നിയമമുണ്ട്, മനസ്സിന്റെ നിയമമൊന്നുമില്ല. കാലാത്മാതിനകർ മനസ്തുഹിനവും പ്രശ്നമാണ്. നമുക്ക് ഹോലയിൽ ചിന്തിക്കുമ്പോ ആത്മാശബ്ദം അവിടെ ദേഹമാണ്, മനസ്സല്ല അവിടെ. കാലാത്മാ സവിത, കാലാത്മാ സൂര്യൻ കാലകൃഷ്ണൻ ആത്മാവും അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ശാസ്ത്രത്തിൽ ജ്യോതിശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ ചിന്തിക്കുമ്പോ ഒരു ജഡാത്മകമായ എന്തോ ഒരു സാധനം, ഒരു ബിംബവസ്തു, ഒരു സാന്നിധ്യ വസ്തു ഇന്ന് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്, അതുണ്ടാവും. അത് ഏത് ദിക്കാന്നുള്ളതൊക്കെ നിങ്ങൾ അങ്ങനെ ഏതാ ദിക്കൊക്കെ അങ്ങനെ ഇങ്ങനെ അതങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ അഗ്നികോളിൽ തന്നെയാണ് നമ്മുടെ സ്വർണ്ണത്തിന്റെ പ്ലവമുള്ളത്. ഈ സൂര്യൻ നിൽക്കുന്ന രാശി കർക്കടകമാണ്. പിന്നെ പിന്നെ ഉദയം കൊണ്ടാണ് ഭക്തിയെ ചിന്തിക്കണമെങ്കിൽ ഉദയം രാശി നിൽക്കുന്ന രാശി ഉദയരാശി ചിങ്ങരാശിയാണ്. ഇവിടെ ഒരു സംശയവും കൂടിയില്ലേ, ഈ നാൽക്കാലികളെയൊന്നും ഇവിടെ പിന്നെ ഈ കുഴിച്ചിട്ട് പോയിട്ടൊന്നും ഇതിനടുത്ത് കുഴിച്ചിട്ടില്ല. ഇതിന്റെ തിരുവനന്തപുരത്തിനടുത്ത് നമ്മൾ ചിങ്ങരാശിയായിട്ട് ശരീരദൃഷ്ടിയും ഗുളികദൃഷ്ടിയും വന്നാൽ അങ്ങനെ രോഗം അങ്ങനെ ഇല്ലേ. രാശിയായിട്ട് ഭാവയോഗത്തിൽ ശരീരദൃഷ്ടിയിൽ ഗുളികൻ വന്നാൽ നിങ്ങൾക്ക് ഇന്ന സാധനം പറഞ്ഞിട്ടുണ്ട്. സംസ്കാരത്തിന്റെ സാധനം നിർലഗ്നാണെങ്കിൽ നരന്റെ പറഞ്ഞോളൂ. നിർലഗ്നകം മന്ദം പ്രേക്ഷ എന്ന് പറഞ്ഞെടുത്ത് ചൊവ്വാദൃഷ്ടി ഉണ്ടെങ്കിൽ ചൊവ്വാദൃഷ്ടിയും ശനിദൃഷ്ടിയും വന്ന ലഗ്നാണ് ചിങ്ങം. അത് ഉണ്ടാവും. ഈ പരിസരത്തൊന്നും അങ്ങനെ പശുക്കളതിന്റെ ഈ പരിധിക്കുള്ളൊന്നും കിടാക്കള് മരിച്ചു പോയിട്ടോ ഇനി ഉള്ളിൽ നിന്നൊന്നും പശുവിനെ കെട്ടിയിട്ട് മരിച്ചു പോയിട്ടോ. ഈ രണ്ട് ലക്ഷണയിൽ പറയണം. ചതുഷ്പാത്ത രാശിയാവണ്ട, ചിങ്ങം രാശി ചതുഷ്പാത്ത, ഉദയലഗ്നം ചതുഷ്പാത്ത രാശിയാണ്. ഒരാള് ദോഷം ആരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാശിയിലാണെങ്കിൽ നരന്മാരെ കൊണ്ട് ആവത്താവും. ലഗ്നാദിൽ പാവനോട് ചതുഷ്പാത്ത രാശിയാണെങ്കിൽ ചതുഷ്പാത്താവും, ചതുഷ്പാത്തിനെ കൊണ്ട് നാശം ഉണ്ടാവും. ലഗ്നാദികൾ സരീസൃവ രാശിയിൽ നിന്നിട്ട് ഭാഗം കൊടുത്താൽ സരീസൃവത്തിനെ കൊണ്ട് ആവത്തുണ്ടാവും. ഇന്ന് വിസ്തരിച്ച് പറഞ്ഞില്ല. അപ്പൊ എന്നിട്ട് അവസാനം പറഞ്ഞിട്ട് ഒന്നും കൂടെ പറയാം. നിങ്ങള് ഈ ഫലം പറയുമ്പോ നീചാരിസ്ഥാൻ അയ്യേ ഫലം പ്രോക്തമേവ ഗ്രഹങ്ങളെ ബലാബലം കൂടി നിശ്ചയിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ശത്രുക്ഷേത്ര സൂര്യനായത് അനുഗ്രഹനായ സൂര്യന. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ ഈ ഭാഗത്തൊന്നും പഴയ ഇല്ലം നശിച്ച സ്ഥലത്ത് ഒരു ആരാധനാ സമ്പ്രദായം ഇവിടുന്ന് ഇടത്തേക്ക് ആവാഹിച്ചു കൊണ്ടുപോയി ഇവിടെ അതിന്റെ ബാക്കി ഉണ്ടെന്നോ വിളിക്കണോ ജഡമല്ലേ സാധനം. ഈ ഭാഗത്ത് ഒരു ഇല്ലം വകയുടെ ഒരു ആരാധനാ സാധനം ഒരു കാലം ആരാധിച്ചതാണ്. ഇവിടുന്ന് പണ്ട് ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അതിന്റെ അവശിഷ്ടം ഒരു സാധനം ഈ പരിസരത്തുണ്ടോ? ഉപയുക്തമല്ലാത്ത ഭക്തിയല്ലേ, ജ്വലിപ്പിക്കാത്ത സാധനല്ലേ. അഥവാ ശ്മശാനദോഷം. ഈ രണ്ട് വിഷയങ്ങളൊന്നും പരിഹരിച്ചു അത് എഴുതി വെച്ചാൽ മതി. ഈ ദേവാലയത്തിലേക്ക് വാദിക്കുന്ന അല്ലേ ശരിയായിരിക്കും. ആ ദിക്ക് നിർണയം ദൈവജ്ഞന്റെ ശാസ്ത്രത്തിൽ ഇതാണ്, ദൈവത്തിന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതാ. ദിക്ക് നിർണയം ഞാൻ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ അത് അങ്ങയുടെ അല്ലെ അനുഭവത്തിൽ അത് മോചത്തെ സ്ഫുരന്തിരി ഇന്ന ഭാഗത്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വ്യത്യാസമായിട്ട് അഗ്നികോണാണെങ്കിൽ നമ്മൾ സ്ഥിരീകരിക്കണം. അതാ നമ്മൾക്കത് അതിൽ അങ്ങോട്ട് പിന്നെ ചിന്തിക്കാൻ ആവശ്യമില്ല. അവർക്ക് തോന്നി തെക്ക് ഭാഗത്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയിട്ടെങ്കിൽ അതിൽ തന്നെ അത് നിശ്ചയിക്കാം. നിർലഗ്നകം മന്ദം കുജം പ്രേക്ഷ ശ്മശാനെ വർത്തതേ. അത് നിർലഗ്നകം മന്ദം പിന്നെ ഈ നിർലഗ്നകം അല്ലാത്ത സ്ഥാനത്ത് വന്നാൽ എന്താന്ന് ചോദിച്ചാൽ എന്താ അത് ഏത് രാശിയാണോ ചതുഷ്പാത്താണോ സരീസൃവാണോ ചിന്തിച്ചിട്ട് ആ വസ്തുവിൻ്റെ എന്ന് പറയാനല്ലേ ഇവർക്ക് എല്ലായിടത്തും നിർലഗ്നകം പ്രേക്ഷാന്ന് കിട്ടുമോ? കിട്ടൂല. അപ്പൊ അത് ചതുഷ്പദാത്ത് രാശിയാണെങ്കിൽ ചതുഷ്പാത്ത് പറയണം, സരീസൃവാണ് സരീസൃവം പറയണം. അങ്ങനെയാ പറഞ്ഞു പറ്റും. അപ്പൊ ലക്ഷണം ഉണ്ടെങ്കിൽ അവിടെ ഈ ഭാഗത്തൊരു ഗുഹയുള്ള സ്ഥലം, ആ ഭാഗത്തൊരു ഗർത്തങ്ങളോ കിണറിലോ കാറ്റോ ചിങ്ങരാശിയാണ് ഗുഹയുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു അനുഭവ ലക്ഷണമല്ല. അനുഭവ ലക്ഷണം ഒന്നു തന്നെയാണ് ചിങ്ങൻ രാശിക്കുള്ള പ്രഥമ ലക്ഷണത. പിന്നെ ഈ ബുധന്റെ ഗുളിക സംസർഗം വന്ന ഉന്മാദ രോഗമുള്ളവർ താമസിക്കുന്നതാണ്. ആ ഭാഗത്തില് പിന്നെ ബുധന് ഗുളിക സംസർഗം വരുമ്പോ എന്താന്ന് ചോദിച്ചു പറഞ്ഞു സോന്മാതി ശശിജേന. അത് ശുക്ര സംസർഗം വന്ന സ്ത്രീകൾക്കാവത്തുള്ള സ്ഥലം. ഗുഹ ഉണ്ടായ മതി. ഇപ്പൊ ആ കിണർ
കിണറില് അന്ന് ഈ അടിയൊഴുക്കുള്ള കിണറുണ്ടായപ്പോലെ മണിക്കിണർ പോലത്തെ കിണറും അടിയൊഴുക്കുണ്ടായാലും ചിങ്ങമെന്ന് പറഞ്ഞാൽ ചിങ്ങം ഗുഹാശ്രയം കാട്ടിൽ ഭാവതല്ലേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടീരവസ്യ വനശൈല ഗുഹാവനാനി. അങ്ങനെയുള്ള സ്ഥലഭാഗങ്ങൾ ഊരാള വിഭാഗത്തിലുണ്ടോ? 9ാം ഭാവാദിനോട് ചേർന്ന് നിൽക്കുന്ന രാശിയാവുകൊണ്ട് ഉടമസ്ഥന്റെ കയ്യിൽ തന്നെ ആ ഭൂമിയുണ്ട്. 9ാം ഭാവാദിനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രനാണ് ഈ ഗോചരം കാണിച്ചതെങ്കിൽ ഉദയം കൊണ്ടാണ് വർത്തി ചിന്തിക്കണമെങ്കിൽ തിരിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. തിരിയെ ചിന്തിക്കാൻ ആചാര്യൻ ഒരു ഭാഗം കാണിച്ചത് ഉദയരത്നാണ്. തിരിയായാലും തിരികളായാലും അതുണ്ട്. അത് ദിക്ക് നിർണയത്തിൽ ഈ പറഞ്ഞ ദിക്കിലേക്ക് അംശേഷോക്ത ദിശം ഗ്രഹോ യം ദിശം യാതി സദിശ അല്ലേ. ഗ്രഹങ്ങള് ഇങ്ങനെ ഒരു പ്രകടനമുണ്ട്. ദിക്ക് നിർണയത്തിൽ അനേകം നിയമം പറഞ്ഞു. ഗ്രഹോ യം ഗ്രഹം ഏത് ദിക്കിലേക്കാണോ സഞ്ചരിച്ചു പോകുന്നത് അവിടത്തേക്ക് അതിന്റെ ദൃഷ്ടിക്കും യോഗത്തിനനുസരിച്ച് ഫലം പറയാം. അങ്ങനെയാണ് തെക്കന്നെയാണ് വിഷയമൊന്നും വേണ്ട. ചൊവ്വാ നവാംശം ഉണ്ടെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് പ്രാഗാദ്യാഹ എന്ന ക്രമത്തിൽ വരും. ലോഹിതൻ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ചിന്തിക്കാം. എന്നുവെച്ചാൽ ഈ ശേഷാശാക്യം പ്ലവത്ത് എന്ന് പറഞ്ഞല്ലോ. ഈ അതാത് ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന്റെ പ്ലവത്വം പറഞ്ഞു. പ്ലവനാധിപതിഗ്നാമ പ്ലവേദിയവനീ ഉദാഹൃത പ്രോക്ത. ആ രാശിയിൽ നിങ്ങൾക്ക് ശത്രുവിനെ ജയിക്കാനും കാര്യങ്ങൾക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴക്ക് അല്പം കിഴക്ക് ഭാഗത്തായിട്ട് സൂര്യന്റെ ദിക്ക് ഇങ്ങനെയാണ് വരിക. ഭാവാദികന്റെ ദിക്ക് ഈ ദിക്കിലേക്ക് അല്പം ഇങ്ങോട്ട് തെക്കോട്ട് മാറിയിട്ട് ഈ ഭാഗത്ത് വരുന്ന സ്ഥാനമാണ് ഈ പറയപ്പെട്ട ഇല്ലവും കിണറും ഗുഹയും. സംശയം അവിടെ ഒരു ഈ പഴയ കാലത്തുള്ള ഒരു ചെറിയ എന്തോ കൂപം പോലെയോ കിണറോ പോലെയോ എന്തോ ഒരു മൂടപ്പെട്ട രീതിയിലുള്ള അത് ഒരു ഗുഹയാവുന്ന ഈ പ്രശ്നം കൊണ്ട് പറയണം. എവിടത്തേക്കുമുള്ള അന്തർഭാഗത്തുണ്ടോന്ന് അറിയില്ല. ഗുഹ നമ്മൾ സാധാരണ ഇന്ത്യയിലെ മണ്ണിന് മേലേക്കാളും ഗുഹയാവണമെന്നില്ല. ഗർത്തങ്ങൾ ഉണ്ടായാൽ മതി കേട്ടോ. സിംഹേ വനേ ഗഹ്വരേ എന്നാണ് ഇതിന്റെ. അപ്പൊ അതിന്റെ അടിഭാഗത്തേക്ക് പരിശോധിച്ച നമുക്കെന്താ കൊടുക്കുന്നയോ അതിൽ ഒറ്റ വിഷയമുള്ളൂ. അതിലുണ്ടാകുന്ന ബാധാതുകൾ ഇവിടെ ബാധിക്കാണ്ട് നിൽക്കുക. അതിന്റെ ശ്മശാന ദൃഷ്ടികളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ശ്മശാന ദൃഷ്ടി അതിനൊരു ഗോചരം കാണിച്ചത് വേറൊന്നുമല്ല. ജഡാത്മകമായ വസ്തു ഈ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്നെങ്കിൽ അതിന് അഗ്നിബന്ധമില്ല എങ്കിൽ അത് അതിൽ ഗുളിക സംസർഗവും കൂടി വന്നുകൊണ്ടാണ് ഞാനൊരു നാശം വന്ന വസ്തു എന്ന് പറയാൻ. അതിൽ ചിലപ്പോൾ എന്താ പറയുക ഈ ഗളച്ഛേദം അഥവാ നാളച്ഛേദം ഒക്കെ ചെയ്താൽ എന്തെങ്കിലും ഉപാധികൾ അതിലുണ്ടാവും. വേണ്ട സാന്നിധ്യം അവസാനം പോകുമ്പോൾ എല്ലാം എടുത്തിട്ട് പോകുമ്പോൾ ഇങ്ങനെ ശരി. അതാണ് നമുക്ക് ഈ തിരിയുടെ ഫലം. പിന്നെ 2 തിരിയിട്ട് കത്തിച്ചു, അത് നമുക്കൊരു ദോഷമൊന്നുമില്ല. 3 തിരി ഇട്ടതിൻ്റെ ഫലം നമുക്ക് നമുക്കൊരു ദോഷമല്ല. സാമ്പത്തിക ശ്രേയസ് ഉണ്ടാകുന്നൊരു പ്രകടനം ആചാര്യം സൂചിപ്പിച്ചു. സ്നേഹോ യസ്യേഹ ദേഹ അസ്മിൻ ദീപവിഷയേ. ഈ ദേഹ അസ്മിൻ അതാണ് ഇഹ എന്ന് പറയുന്നത്. എവിടെ അസ്മിൻ ദീപവിഷയേ കിട്ടുള്ളൂ. ഈ വിഷയത്തിൽ എന്താകുന്നു സ്നേഹ അസ്യേഹ ദേഹ. ആ സ്നേഹം എന്താവും? പിന്നെ നൈർമല്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹം ഒരാളുടെ മനസ്സിന്റെ നിർമ്മലമായ ദീപം തേജസ് അഥവാ ഇതാണെങ്കിൽ, എണ്ണയാണെങ്കിൽ നൈർമല്യം മനസ്സിന്റെ ശുദ്ധിയെ സൂചിപ്പിക്കാനാ പറഞ്ഞത്. ചാന്ദ്രി മുഹോരാഗതേ. അപ്പോൾ നമുക്കത് എങ്ങനെ എണ്ണ നെയ്യ് നിറച്ചിണ്ടാന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ തേക്കാണം. പിന്നെ വൃഷഭ കന്നി മകരം ശനിയാണ്. വൃഷഭ കന്നി വൃഷഭം ശനിയാണ്. മകരത്തിൽ നിന്നാണ്. മകരത്തിൽ നിൽക്കുമ്പോൾ മധ്യത്തിലേക്കാണത്തിൽ വരും അല്ലേ. ആവശ്യത്തിന് എണ്ണ ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ അങ്ങനെ ഒരു നിമിത്തം ആചാര്യം പറഞ്ഞു, പൂർവാചാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ പിന്നെ ഇന്തോ രാശേഹേ ആദിത ഇന്ദുശ്ചേൽ സ്നേഹപൂർണ അന്തരായതി അർദ്ധാവശിഷ്ട ഏത്യന്തേ നഷ്ടപ്രായണത്. 3ആയിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ. ഈ സൂര്യൻ അതായത് ചന്ദ്രൻ പ്രഥമത്തിലേക്കാണത്തിലാണെങ്കിൽ ഈ സൂതികാഗ്രഹത്തിൽ അത് ഇവിടെ അല്ല കേട്ടോ, വിഷയം മറ്റൊന്നാണ്. ഇതിലേക്ക് വരുന്നില്ല. ഉത്തരാർദ്ധത്തിൽ പറഞ്ഞിട്ടുള്ള സൂതികാഗ്രഹത്തിൽ വിളക്കിന്റെ ഉണ്ടാക്കാൻ പറയുന്നത് മേഷത്തിന് 3 അവിടെ പിന്നത്തെ രാശി കഞ്ചി അങ്ങനെ വെച്ചിട്ട് പോണല്ലോ. ഉദയാദി നാഴിക വെച്ചിട്ട് ഇടവത്തിൽ തന്നെയാണ്. ഇടവത്തിനെ വരും അല്ലേ.
നമുക്ക് ഈ സൂര്യന് കർക്കിടക രാശി സ്ഥിതിയും ഈ മകരാംശവും വന്നുകൊണ്ട് പൊട്ടിയ വല്ല വിളക്കുകൾ കൂടി നിങ്ങൾ വേഗം ഉപേക്ഷിക്കണം. വൈകല്യം വന്ന വിളക്കുകൾ ഈ സാന്നിധ്യ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് വേഗം ഉപേക്ഷിക്കണം. ഉണ്ടോ ഞങ്ങൾ വേഗം പഴയൊന്നും അതിൻ്റെ ഉള്ളിൽ വെക്കണ്ട കേട്ടോ. ആവശ്യമില്ലാത്തതൊന്നും അതിൽ കയറ്റി വെക്കേണ്ട വെക്കുന്നത് വേഗം ദീപഹ അർക്കയുക്ത വശാദ്. സൂര്യൻ്റെ ഗോചരം കൊണ്ട് നിങ്ങൾക്ക് ദീപത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് പിന്നെ ആവശ്യത്തിന് എണ്ണയുണ്ടോ എന്ന് ചോദിച്ചാൽ ചന്ദ്രൻ പ്രഥമഹോരയിലാണെങ്കിൽ ചന്ദ്രൻ പ്രഥമത്തിലേക്കാണത്തിലാണെങ്കിൽ നിറഞ്ഞ എണ്ണയുണ്ടാവും. ചന്ദ്രൻ മധ്യത്തിലേക്കാണത്തിലാണെങ്കിൽ അർദ്ധാവശിഷ്ടം സാമാന്യം പകുതിയിലധികം എണ്ണയുണ്ടാവും. അന്തേ അന്തം അവസാനത്തെ തേക്കാണത്തിലാണെങ്കിൽ നഷ്ടപ്രായണ ധാരയ നിങ്ങൾ ധരിച്ചോളൂ. നഷ്ടപ്രായണ ഇല്ലാന്ന് വെച്ചോളൂ. ഇപ്പൊ നമുക്ക് പ്രഥമത്തിലേക്കാണ് വിട്ട് മധ്യത്തിലേക്കാണാകുമ്പോൾ കൂടെ എണ്ണ ഒഴിക്കലൊന്നും വന്നിട്ടുണ്ടാവില്ല. തൽക്കാല ആവശ്യത്തിനൊക്കെ ഭഗവാനോടാ. ഇത് എന്തിനാച്ചാൽ എണ്ണേന്റെ ഫലം പറയാനല്ല, എണ്ണ ഒന്നിന്റെ പ്രതീകമാണ് ഇവിടെ. അത് സ്നേഹോ ഐസ്യേഹ ദേഹ, ദേഹത്തിന്റെ പ്രതീകമാണ്. ആ ദേഹത്തിന്റെ പ്രതീകമാകുമ്പോൾ ഇവിടുത്തെ ബിംബോപാധികളൊന്നും നിങ്ങൾ അങ്ങനെ യാതൊന്നും മാറ്റേണ്ടതില്ല. ദിലീപിമ്പായാലും മൂലവിമ്പായാലും പരിവർത്തനമൊന്നും വരുത്തണ്ട. ഇന്നുള്ളതിന്റെ കേടുപാട് തീർത്തിട്ട് സ്വക്ഷേത്രേമെന്ന സ്ഥിരാർത്ഥി വിഭാഗത്താകുന്ന ലഗ്നത്തിൽ ചെയ്ത് ചുണ്ടിച്ചുകൊണ്ട് ഉള്ളിലെ മാലിന്യങ്ങൾ പരിഹരിച്ചാൽ സ്വക്ഷേത്രമായാലും മലിനനാണ്. പക്ഷേ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി കുംഭൻ രാശിയിലോ മകരൻ രാശിയിലോ ത്രാവരാശിയിലോ ആണെങ്കിൽ അത് രാജയോഗം വിളിച്ചില്ല, അധികാരമുള്ള ദേവനായിരിക്കും. അല്ല അങ്ങനെ പറഞ്ഞു. സ്വച്ഛസ്വകീയ ഭവനെ ക്ഷിതിപാതുല്ലോ ലഗ്നെ അക്കജേ. ലഗ്നത്തിൽ നിൽക്കുന്ന അക്കജൻ സ്വച്ഛത്തെങ്കിലോ സ്വകീയ ഭവനത്തെങ്കിലോ നിൽക്കുന്നുണ്ടെങ്കിൽ പുരാതനാഥത്വം ഉണ്ടാവും. അയാള് ഈ ഭഗവാനെ ബന്ധപ്പെട്ട് ഈ തട്ടകൊണ്ട് ഈ ഭാഗം മുഴുവനും ദേവന്റെ ഒരു അധികാര മന്ദിരം പോലെ കണക്കാക്കേണ്ടതാണ് കേട്ടോ. അതിനങ്ങനെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇവിടെ ഒരു കാലത്ത് ഈ ഭഗവാൻ എന്തെങ്കിലും ഈ കൊണ്ട് സമർപ്പിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നോ പണ്ട്? കൃഷികാലത്തോ പിന്നെ എന്തെങ്കിലും ഈ അത് ബ്രാഹ്മണ അങ്ങനെ സംസാരിക്കുന്നതല്ല, എങ്കിലും നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഒരു സാമുദായിക അതൊന്ന് വിട്ടിട്ട് ചിന്തിച്ചാൽ അങ്ങനെ ആരെങ്കിലും വിട്ടിട്ട് ക്ഷേത്രങ്ങളും പണ്ട് കാലത്തുണ്ടാവും. കാരണം അത് ആ ഭൂമിയുടെ ഉത്തരവാദിത്വം കാലങ്ങളിലാണ് എന്നുള്ള അർത്ഥത്തിലായിക്കാം. പക്ഷെ അതിലുപരിയായിട്ട് പറഞ്ഞല്ലോ ഒന്നുമില്ല. ഒരു സമർപ്പണമായിട്ടോ അത് സമർപ്പണം പോലെയോ മറ്റങ്ങനത്തെ ഒന്നും ഒരു ആചാരമായിട്ടൊന്നുമില്ല. ആ ജന്മിയെന്നുള്ള ദേശപുരാതന ശരിക്കങ്ങനല്ലേ പറഞ്ഞു. അതിന്റെ അല്ലാത്ത രാശി വന്നാലേ നിങ്ങൾ ദോഷം പറയും. ബലമുണ്ട്. ലഗ്നം ബലിഷ്ടമാണപ്പാ. ബലിഷ്ടമായ ലഗ്നമാണ്. ഇതര സമുദായക്കാർ ബന്ധപ്പെട്ട ചടങ്ങുകളൊന്നുമില്ല. ഇതൊരു വ്യാഴത്തിന്റെ ബന്ധപ്പെട്ട ക്ഷേത്രം തീർച്ചയായിട്ടും 9ാം ഭാവം ശുക്രക്ഷേത്രമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും ബാഹ്യത്തിലേക്കുള്ള വിഷയം ഇല്ല. അതുകൊണ്ട് മറ്റുള്ള സംബന്ധങ്ങളുടെ വരൂല്ല. ഭക്തന്മാരാ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ശനിയായതുകൊണ്ട് പരിചാരകന്മാരെയും മറ്റുള്ള ഇതൊക്കെ വരാലോ. അവരൊക്കെ വന്നിട്ട് ഒരു കാലത്ത് അടിയാളന്മാരൊക്കെ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അതൊക്കെ അവർ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നിങ്ങൾ ഈ ദേശത്ത് വന്നവരാണല്ലോ. ഒരു കാലത്ത് ഇവിടത്തേക്ക് വന്നവരായവര് സ്ഥാനം ഇനി ഒത്തിരി സംശയം എനിക്കിതുള്ളൂ. ഒരു സംശയിച്ചാൽ അങ്ങനല്ല, എനിക്ക് സംശയം വരുന്നല്ല, ചർച്ചയ്ക്ക് ഇതാക്കേണ്ട ഒരു വിഷയം. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന്റെ പേര് പ്രശ്നം വെച്ചിട്ട് ശനിക്ഷേത്രം ആരൂടായിട്ട് ശനി വന്നിട്ട് ബലവാനായതുകൊണ്ട് ഒരു ചിന്ത വേണമോ എന്നൊരു ചർച്ച വേണേ. എന്താ എന്താ ഇപ്പൊ ഈ ഒരു ഗോചരം കണ്ടിട്ട് ആളെ ഇരിക്കുന്നു. ദേവാലയത്തിൽ പ്രശ്നം വെച്ചതാ. ശുഭാശുഭാന സർവാണി. ഇവിടുത്തെ എല്ലാ ഗുണദോഷം തിരിച്ചറിയണം. ഈ ഭഗവാൻ ആരാച്ച നമുക്ക് ലഗ്നരാശി സ്വയം പ്രശ്ന ഭഗവാൻ ഗുണമൊക്കെ നമുക്ക് ചിന്തിക്കാം. എങ്കിലും ബലവാനായി ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു ശനി പിന്നെ ദൃഷ്ടികേന്ദ്രഗതനായിട്ട് കേന്ദ്രനാമാംശം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ശനിപ്രധാനമായിരിക്കുന്ന ദേവതാ വിഷയം ഇതിൽ ചിന്തിക്കണം. അത് എങ്ങനെ ചിന്തിക്കണം, എവിടെ വേണം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കണം.
അല്ല ഈ മറ്റേ നമ്മൾ അതിനൊന്ന് എടുത്തു. ദൈവം എന്ന് വെച്ചാൽ അതിനൊരു ഒരു ചിന്താനായിട്ട് എടുത്തു. അത് പക്ഷേ അതൊക്കെ നമുക്ക് ദീപാരൂഢം ചിന്തിക്ക് വിടവരാശിയാ. അവിടുന്ന് ഈ ശനിക്ക് ബലമുണ്ട്. കേന്ദ്രത്തിൽ കോണത്തിൽ ഇപ്പൊ ഒരു ആചാരം പറഞ്ഞു, ഇപ്പോ ശനിക്ക് ബലമുണ്ട്, ഇതിൽ വ്യാഴത്തിന് ബലമുണ്ട്, ചന്ദ്രന് നവാംശ ബലം പൂർണ്ണമായിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉള്ളത് ഇത്രയും 3 ഗ്രഹങ്ങൾക്ക് ബുധന് ബലമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ 3ഓ അതിലധികമോ ഗ്രഹങ്ങൾ പിന്നെ ബലവാന്മാരായിട്ട് സ്വച്ഛസുഖീയ ബന്ധങ്ങളോടുകൂടി നിൽക്കുന്ന ഗ്രഹങ്ങളാണെങ്കിൽ കേന്ദ്രസ്ഥന്മാരാണെങ്കിലും അത് രാജയോഗത്തിന്റെ കർത്താക്കളായിരിക്കും. മൗഢ്യമില്ലാണ്ട് നിൽക്കും വേണം. അങ്ങനല്ലേ പറഞ്ഞു അല്ലേ? വക്രബലം 2 ആക്കുണ്ട്. ആർക്കുണ്ട്? ശനിക്കും ഉണ്ട്, ബുധനും ഉണ്ട്. അങ്ങനെ കാലത്ത് ഒരു രാജകീയമായ അധികാരമുള്ള ഒരു മണ്ണാണെന്നും ഈ ദേശത്ത് എന്തോ ഒരു ശാസ്ത്രപ്രധാനമായ ഒരു ദേവന്റെ ഒരു വിട്ടുകളയാത്തൊരു സാന്നിധ്യം ഈ ദേശത്തുണ്ട്. അത് എന്താണെന്ന് ഈ പ്രശ്നത്തിലൂടെ കാണണം. അതറിയില്ല. ഭഗവാന്റെ പേര് പ്രശ്നം വെച്ചിട്ട് നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്ന ചോദിച്ചാൽ ഗോചരം കണ്ടാൽ നമുക്കതിനാ ചർച്ച ചെയ്ത് തരും. ഞാനത് ഏകപക്ഷീയമായിട്ട് പറയുന്നില്ല കേട്ടോ. ചർച്ച ചെയ്ത് ഇപ്പം ഇദ്ദേഹം ഉണ്ടോ നാളെ എന്തെങ്കിലും വരണേ കേട്ടോ. ഇതൊന്ന് നാളെ അല്ല, തിങ്കളാഴ്ച പറ്റുമെന്ന് അല്ലേ ഗണപേട്ട? നമുക്ക് സുഖമായിട്ട് ആ ശനി ആരാന്നൊന്ന് ചിന്തിക്കണം. ഇപ്പൊ ഈ ഇടത്ത് നമുക്ക് നമ്മളെ പഠിതാക്കളായ നമ്മളെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇന്നേടെ ആ പ്രശ്നം പറയാൻ പോയെന്ന് വെച്ചാലേ ആ കുട്ടി വേഗം പറയുന്നത് എന്താ? ദേവതയെല്ലാം എടുക്കട്ടെ. അന്നെ ചോദിക്കും ഗുരുവായൂരപ്പനെ ഒരു പ്രശ്നം വെച്ചിട്ട് കുമ്മൻ രാശി വന്ന് നിങ്ങളുടെ ശാസ്താവിനെ പറയുകയും ചെയ്തു. അത് വേണ്ട, അങ്ങനെ വരാം. അതാ ദേവന്റെ ഗുണദോഷം നിശ്ചയിക്കാൻ ചിലപ്പോൾ ഉദിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ലഗ്നപതിയായി സ്വയം ബലവാനായി അങ്ങനെ നിൽക്കുന്ന ശനി ബാധാബന്ധങ്ങളൊന്നും ഇല്ലാണ്ട് ഒന്നുമില്ലല്ലോ. ഒരു ബാധയാണെന്ന് പറയാനുള്ള നിയമമൊന്നും ഇല്ലാണ്ട് ഈ ബുധന്റെയും വ്യാഴത്തിന്റെയും കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഈ മണ്ണിൽ എവിടെയോ ഒരു ദേവതാംശം മറ്റൊന്നുണ്ട്. അത് രാജ്യയോഗമുള്ളതാണ്. കേന്ദ്രസ്ഥന്മാരായിട്ട് പ്രസിദ്ധ ശശിയോഗം കൊടുത്ത ശനിയാണ്. രാജപ്രിയനാണ്, ജനന്യാൽ ഭക്തനാണ്, ഇതെല്ലാം കൃഷിധാന്യുക്തനാണ്. അപ്പൊ ഒരു വളരെ ഒരു സുവർണ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്രം ഇതിന്റെ പഴയ കാലത്തുണ്ട്. ആ ദേവൻ ഇന്നും ഇതിനുള്ളിലുണ്ട്. ഇതിനുള്ളിൽ ഈ ശ്രീകോവിലല്ലേ, ഇതിനുള്ളിലുമല്ല, ഈ ദേശത്ത്. അത് 4ാം ഭാവത്ത് നവാംശകം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പ്രദേശമകിലം സ്ഥിരാശി വന്നാൽ ദൂരം പോണ്ട. അപ്പോ പിന്നെ അതിന് പരിഭാഷ തന്നെ പറയാറുണ്ട്. ശരം ദൂരം സ്ഥിരം തങ്കൽ ഉഭയം ഒരുവട്ട പ്രദേശം. ശരമാണെങ്കിൽ ദൂരെ ചിന്തിക്കാം, സ്ഥിരമാണെങ്കിൽ പിന്നെ അടുത്ത് ചിന്തിക്കണം. തങ്കൽ തങ്കൽ അവനവന്റെ അതൊരു ശനിയാണ്. അതെങ്ങനെയാ കൊണ്ടുവന്നത്? അല്ല, ഇതില് പക്ഷപാതത്തിന്റെ ചർച്ചയാണ് അല്ല അല്ലേ? ഇന്ന് നിങ്ങളെ കിട്ടിയ നമുക്കൊരു ഭാഗ്യമാണ്. നമുക്കൊരാളെ അല്ലേ എന്ത് നമ്മളെ കൂടെ ഒരു ശാസ്ത്രജ്ഞാന ഒരാളെ ഒരു പോളിഷി പറഞ്ഞല്ലേ, അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഒരാളെ പൊക്കിയൊന്നും ഉപയോഗിക്കണ്ട. ഞാൻ അദ്ദേഹം നല്ലോണം കുഴപ്പമാക്കുന്ന ആളാണ്. വേദിയിലൊക്കെ നല്ലോണം ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇത് കേട്ടാൽ ബഹുമാനത്തിലോ വിധേയൊന്നുമല്ല. പക്ഷെ എന്നാലും ഒരു ശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരും. ഈ ശനിയെ നമുക്ക് ചിന്തിക്കാം. ആ ശരി നാളെ കുട്ടികൾ നമ്മൾ കഴിക്കൂലേ? ഇവിടെ പ്രശ്നം വെക്കാൻ പോയി കൃഷ്ണൻ അമ്പലത്തിൽ അവിടെ ആരാ ഉദിച്ചിനി? ശരിക്കും വേറെ ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ? ചിന്തിക്കണം. കൃഷ്ണന്റെ വൈഷ്ണവാംശല്ലേ? അതെല്ലാം ചിന്തിച്ചു അല്ലേ? അതെല്ലാം അല്ല, ആ വൈഷ്ണവാംശമായ വ്യാഴല്ലേ? വ്യാഴത്തിനെ കൊണ്ടല്ലേ വൈഷ്ണവാംശം ചിന്തിക്കുക പൊതുവേ. അത് പഠിതാവായി ചോദിച്ചാലേ അല്ല, ആ വ്യാഴം ഞാൻ പറഞ്ഞ കുംഭത്തിൽ നിന്നാല് എവിടാ വ്യാഴത്തിന് കുംഭത്തിൽ നിന്നാല് കർക്കടകത്തിലെ ഫലമല്ലേ പറയും. കുംഭത്തില് വ്യാഴം ഇല്ല കേട്ടോ. കുംഭത്തില് വ്യാഴം ഇല്ല. കുംഭത്തില് വ്യാഴം ഉണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. കുംഭത്തിലെ വ്യാഴത്തിന് ആചാര്യ കർക്കടകത്തിന് ഫലം പറഞ്ഞിട്ടുണ്ട്. കർക്കിടകത്തിലെ വ്യാഴം വേറെ പറഞ്ഞു. ആ ഹോരാശാസ്ത്രത്തിൽ അങ്ങനെ ഒരു ആചാര്യ പറഞ്ഞു. അതുകൊണ്ട് ആണ് വ്യാഴം വൈഷ്ണവത്തിന്റെ അംശത്തെ ചിന്തിക്കാം. അത് നമ്മള് വ്യാഴത്തിന്റെ ചിന്തയിലുപരി
കേന്ദ്രരാശിയിൽ നിൽക്കുന്ന ബുധൻ ബലവാനായിട്ട് നിൽക്കുമ്പോൾ ആടെ സ്ഥിരരാശിയിൽ കുംഭത്തിന് ചിങ്ങത്തിന് ഏഴാം ഭാവം വരുന്നു. വ്യഞ്ജത്രിംശകനായിട്ട് പിന്നെ സ്ഥിരരാശി നിൽക്കുന്ന ആരെയും ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അപ്പുറം. ആടെ കേന്ദ്ര രാശിയിൽ വ്യാഴം സ്ഥിരേതു അവനെ വ്യഞ്ജത്രിംശകത. വേറെ ആൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വേറെ ദേവന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ചിന്തിക്കണം? വേറെ ഒരു ചൈതന്യത്തിന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ലഗ്നം നമുക്ക് എങ്ങനെ ലഗ്നത്തിലല്ലേ ശനി ഉദിച്ചത്. കുംഭത്തിൽ ശനി ഉദിച്ചാലും ആ കുംഭത്തിന് കുംഭലഗ്നം ശുഭമാകസത്തിന് ആചാര്യം പറഞ്ഞിട്ടുണ്ട്. വേറെ അങ്ങനെ പോയിക്കൂടാ. വിവരണക്കാരൻ ദുഃഖരോഗസന്തപ്തഃ എന്ന് വിവരണക്കാരൻ അല്ല, പറഞ്ഞല്ലേ? ഒറ്റൊരു പ്രകാരം നമ്മുടെ ദേവതാരൂപത്തിലൊരു പ്രകാരം അവസാനം എന്താ പറഞ്ഞത്? ശാസ്ത്ര ശരീരാജയോ മകരകുംഭങ്ങൾ ത്രാവലഗ്നങ്ങളോ ആയിട്ട് ശനിദൃഷ്ടി വന്നാൽ ശാസ്താവിന്റെ വിശേഷം ചിന്തിക്കാൻ അത് ശാസ്താവാണോ ശാസ്ത്രപ്രധാനാണോ ഒരു ദേവതയിലുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കും. ദേവനെ എങ്ങനെ ചിന്തിക്കും? ശാസ്താവെന്ന് അയ്യപ്പനെ ദേവൻ അതിന്റെ പദ്ധതി ഉണ്ടല്ലോ. അതെ ആ വിഷയത്തിൽ ജ്യോതിഷന്മാരെ ചർച്ച ചെയ്യാനിരിക്കുന്നത് പറഞ്ഞ വിഷയത്തിലെ അവർക്കും എതിരഭിപ്രായമില്ലാത്തതുകൊണ്ടാണ്. എതിരഭിപ്രായം അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടോ? ഒമ്പതാം ഭാവങ്ങൾ എന്നൊക്കെ പറയുമല്ലോ. അതെ, അതെ 9ാം ഭാവത്തിന് അതിപ്പം വേറെ വിഷയമാണ്. അത് ശാസ്ത്രം പറഞ്ഞിട്ടാണല്ലോ ചോദ്യമാണല്ലോ. ഏത് വിധത്തിലാണ് അടുത്ത വിഷയമാണ്. നോക്കാം. ഏത് വിധത്തിലാണ് ശനിക്കയുടെ അതാ ചിന്ത വേണ്ട. ചിന്ത വേണം. അപ്പൊ നമുക്ക് എന്തായാലും ലഗ്നത്തിൽ നിൽക്കുന്ന ബലവാനായ ശനി ഒരു ദേവതാനിരൂപണത്തിന്റെ കർത്തൃത്വത്തിൽ മകരകുംഭം ലഗ്നമായിട്ട് ശനിയോഗം വന്നാൽ ശനേരാലയോ ശാസ്താവിന്റെ ഒരു ആലയബന്ധം കർമ്മഭാവത്തിലേക്ക് നോക്കും. ഒരു ദേവാലയ രാശിയിലേക്ക് 10ാം ഭാവം കൊണ്ട് ദേവാലയ രാശി നിൽക്കണം. ആ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഒരു ദേവാലയം ശനി ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? ഇതിനെക്കൊണ്ട് സംശയമാണ്. ഈ ലഗ്നരാശി ആയതുകൊണ്ട് തന്നെ ഒതുക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് അല്ലെ? കേവലം നമ്മളൊരു ഇങ്ങനെയല്ലേ ഒരു വിവരണക്കാരൻ പറഞ്ഞത് കുംഭവിലഗ്നജാത ഒരു വിവരണക്കാരൻ പറഞ്ഞത്. ഇനി എത്ര തന്നെ ബലവാനായാലും തന്റെ മാലിന്യം വിടൂലാന്നുള്ള കാരകത്വം കൊണ്ട് ശരിക്കും സമർപ്പിച്ചിട്ടുണ്ട്. അത് സ്വസിദ്ധമായി ശരിക്കുള്ളതാ. ഇനി എത്ര വലിയ ആളായാലും ഇയാൾക്കുള്ള ഗുണം അത് പോവില്ല. അങ്ങനെ പറഞ്ഞേ സ്വക്ഷേത്രേ മലിനഹ. അങ്ങനെ പറഞ്ഞു സ്ഥിരാർത്ഥം എല്ലാം ഉണ്ട്. പഠിക്കുന്ന ആളുകളുണ്ട്. ഓ കുഴപ്പമില്ല. അമലിന സ്ഥിരാർത്ഥ വിഭവമാണ്. പഠിക്കുന്നവരുണ്ട്. സാരമില്ല. പക്ഷേ നമുക്കും മലിനഹ മലിനഹ തന്നെയാ വേണ്ടത്. ഇപ്പോ സ്വഭാവം ത്യജതി അതാ. എന്നാണ്. ഗ്രഹം സ്വഭാവം ത്യജിക്കുന്നില്ല. അപ്പൊ അത് സ്വഭാവത്തെ ഉണ്ട്. അതുണ്ട്. ഇവിടെ ഉണ്ട്. ചിന്തിക്കണമെന്നേ ഇപ്പൊ പറഞ്ഞിട്ടു. അത്രേ ഉള്ളൂ. ഇപ്പൊ വിജയ് ജോത്സ്യർ പറഞ്ഞ എന്താണ്? അത് നല്ലവണ്ണം ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നാണ്. അല്ലാണ്ട് ഒരു ചാത്താവിനെ തലയിൽ കെട്ടിവെച്ചിട്ടൊന്നുമില്ല. അതെന്താ അങ്ങനെ? ചിന്തിക്കണമെന്നേ പറഞ്ഞിട്ടു. എന്താ അങ്ങനെ? എല്ലാവർക്കും ആ അഭിപ്രായമാണുള്ളത്. ഏത് വിധത്തിലുള്ള ബന്ധം അത് ആരാധിക്കേണ്ടതാണോ ആരാധിക്കാത്തതാണോ മൺമറഞ്ഞു പോയതാണോ ബിരുദ അതൊക്കെ നോക്കി അങ്ങനെ ഒരാളുണ്ട് ഇവിടെ. അതില്ലാന്ന് പറയാൻ കുംഭൻ രാശി ലഗ്നായിട്ട് ശനി ഇത്ര ബലവാനായി നിൽക്കുമ്പോ ഇല്ലാന്ന് പറയാനൊന്നും ശാസ്ത്രത്തിന് സംബന്ധിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളത് ചിന്തിക്കാം. അതിന്റെ ബലമൊക്കെ നോക്കാം. പഠിതാക്കൾക്ക് അത് വിഷയാണെങ്കിൽ ഗ്രഹയോഗേ ഗ്രഹാനുകൂലം ഫലം നാം. പഠിതാക്കൾക്ക് രാശികൾ കേവലം ജഡങ്ങളാണ് കേട്ടോ. രാശികൾക്ക് ഗ്രഹങ്ങളെ കൊണ്ടാണ് ഫലം ഉണ്ടാവുന്നത്. അങ്ങനെയാ നിയമം. എന്താ പറഞ്ഞത്? ഗ്രഹയോഗേ ഗ്രഹാനുകൂലം ഫലം. എല്ലാം നമ്മളങ്ങനെ ചൊല്ലുമ്പോ ഗ്രഹയോഗം ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിനനുസരിച്ച് ഫലങ്ങൾ മാറും. പാത്രത്തിന് ഒരു പ്രത്യേക ഫലമില്ല. ആ പാത്രം നിറച്ചു വെച്ച വസ്തുവിന്റെ ഗുണമാണ്. ഇതെല്ലാം നമ്മള് കണക്ക് കൂട്ടി എടുക്കുന്നതല്ലേ? പിന്നല്ലാണ്ട് ശാസ്ത്രല്ലേ?
ബലവാനായ ശനിയല്ലേ? ശാസ്ത്രം തന്നെയല്ലേ? അല്ല ഇത് ശാസ്ത്രം തന്നെയല്ലേ? അല്ല എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല എനിക്ക് തോന്നുന്നില്ല ശാസ്ത്രം അല്ലാണ്. പിന്നെ എന്നോട് വ്യാഴത്തിൽ ശനിക്കും തമ്മിൽ ആകർഷണ ബന്ധമുണ്ട്. അവരൊരു കർശന ഫലം ഗണിക്കുന്നുണ്ട്. വൈഷ്ണവാംശല്ലേ? നമ്മൾ ഈ പറയുന്നറിയാം, ഈ കഥകളി കാണുമ്പോ ആദ്യം മുതലേ കാണണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ? ആദ്യം കാണണം എന്നാണ് ആദ്യം ഉണ്ടായിരുന്നു. ഇന്നലെ മുതലേ വരണം അർത്ഥം. ഇന്നലെ നമ്മുടെ പ്രശ്നത്തിന്റെ അങ്ങനല്ല നമ്മൾ ആ വിഷയം വ്യാഴം എന്താണ്, ബുധൻ എന്താണ്, ഇവിടുത്തെ ധർമ്മം ചിന്തിച്ചു വെച്ചു. നിങ്ങൾ ഇന്നലെ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ വ്യാഴത്തെ ചോദിച്ചത് അല്ലെ? അല്ല അങ്ങനല്ല, ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ, വ്യാഴം എന്താന്നുള്ളതും ബുധൻ എന്താന്നും ഇങ്ങനെ പറഞ്ഞില്ലേ, ഒരു ഗ്രഹം അവിടെ യോ യോ ഭാവ സ്വാമി ദൃഷ്ടോ യുധോ തസ്യാഭിവൃദ്ധി. ഭാവാദിയും ഭാവത്തിനും ആ ഭാവത്തിന് ന്യൂനതകളില്ലല്ലോ. ഭാവാദിൻ ഭാവത്തിക്കും ഭാവത്തിന് ബലം വർദ്ധിക്കും. രിക്തകടല്ലോ, ഒഴിഞ്ഞ മാത്രമല്ലല്ലോ. പ്രഭുണാദുഷ്ടോ യുധോധവാ കൃഷ്ണേ, ഒരു കാര്യസാധ്യത്തിന്റെ ഫലം അതിലുണ്ട്. നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ശാസ്താവിനെ പൂജിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും നമ്മൾ ധരിക്കണ്ട. ഒരു ശാസ്താവ് അത് എവിടെയാണ് എന്ന് നോക്കിയിട്ട് അതിനെന്തെങ്കിലും വേണ്ടതുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ ഒരു ഉപദേവരായ ശാസ്ത്രം അല്ലെ? കുംഭം ലഗ്നം ആയതുകൊണ്ട് ആ കുംഭലഗ്നത്തിൽ ശനി ഉള്ളത് കൊണ്ട് അധിഷ്ഠാർത്ഥ രോഗി എന്ന് പറയാൻ പറ്റില്ല. ഘടോദയെ സുസ്ഥിരതാ സമേത, ഘടോദയം വന്നിട്ട് സുസ്ഥിരതാ സമേതനാണ്. നടക്കാൻ പറ്റാത്ത നിയമം അതിൻ്റെ ഉള്ളിൽ. അവിടെ ശനി നിന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നമുക്ക് ഇപ്പൊ ചർച്ച കഴിഞ്ഞ അവസാനം പ്രശ്നം കണ്ട അവസാനം ഒഴിവാടുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കൂലേ, നിങ്ങൾ എന്താ ലഗ്നത്തിൽ ഇത്രയും ബലവാന ശനി കണ്ട ശനിയെ പറ്റി ഒന്നും ചിന്തിച്ചില്ല, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഉത്തരവുണ്ടാവും. ചെപ്പിന്റെ പാത്രത്തിൽ നെല്ല് വെക്കുന്നത് താഴിയക്കുളത്തിനാണ്. അപ്പൊ താഴിയക്കുളം വേറെ ഉണ്ടോ എന്ന് നോക്കണം എന്നാണ്. അതാണല്ലേ, അതായത് ശരി, നമുക്ക് നോക്കാം. അവര് ഇനിയും പറയുകയാണെങ്കിൽ നമ്മൾ വേറെ പറയും. അങ്ങനെയാണ്. ആദ്യം ഒന്നുകൊണ്ട് തന്നെ ശരിയാവുന്നുണ്ടെങ്കിൽ പിന്നെ അത് വിട്ട് ബാക്കി പോവാന്നുള്ളതാണ്. അത് ശരിയാവുന്നില്ലെങ്കിൽ അടുത്തത് അടുത്തത് അത്രേ ഉള്ളൂ. ഒറ്റ കേന്ദ്രരാശികൾ ബലവാന്മാരായ ഗ്രഹങ്ങൾ മൂന്നിലധികം ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താവും? അത് രാജയോഗ. അത് നവാംശം കൊണ്ടോ സ്ഥിതിയെ കൊണ്ടോ സ്വീകരിക്കാവുന്ന ഫലം അംശകക്ഷയോ എന്നുള്ളത് കൊണ്ട് നമുക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലോ അല്ലേ? ചന്ദ്രന്റെ കേന്ദ്രനവാംശം പ്രസിദ്ധ പഞ്ചാദ്യസ്തേരന്യവംശ പ്രസൂതോ വാരണശോഖൈസ. ഓ മൂന്നോ അതിലോ ഗ്രഹങ്ങള് ബലവാനമായ കേന്ദ്രത്തിൽ കൊടുക്കുന്നെങ്കിൽ അയാള് രാജ്യമുള്ള ഈ രാജ്യത്തിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകല്ല. ഒരു ഇതായിട്ട് പറയാം. നമുക്ക് നാളെ ചിന്തിക്കാം കേട്ടോ. നമുക്ക് എന്താ നമുക്ക് നോക്കാം. ഇന്നങ്ങനെ നിൽക്കേണ്ടത്. നമുക്ക് തിങ്കളാഴ്ച ബാക്കി ചിന്തിക്കാം. നാളെ ഇല്ല, തിങ്കളാഴ്ച രാവിലെ 9:00 തുടങ്ങാം. ആ സംശയം നമുക്ക് അവിടെ തീരും കേട്ടോ. ഇല്ലേ തിങ്കളാഴ്ച വന്നേ.